ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KSEB സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ടപ്പായി കാണുമെന്ന് കരുതുന്നു. സോ അതിൻ്റെ ബേസിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 15 ആണ്. ഓക്കെ, അതോടൊപ്പം ഡെയിലി നമ്മൾ അക്കാഡമിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് MCQ ഡിസ്കഷൻ ഉണ്ട്. JEE ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിലും ജോയിൻ ആവാം. ഓക്കെ, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 90 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ 10th ലെവൽ പ്രിലിംസ് ബാച്ച് February 19 സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 150 ഡേയുടെ കോഴ്സ് ഫോർ ഡിഗ്രി ലെവൽ ദൗത്യം February 24 നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ബാച്ചാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പുതിയ ഒരു ബാച്ചിൽ ജോയിൻ ആയി പുതിയ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് ജോയിൻ ആവാം. അതുപോലെ തന്നെ KSന്റെ ബാച്ച് കോഴ്സസ് റണ്ണിംഗ് ആണ്. February 10 സ്റ്റാർട്ട് ചെയ്ത ബാച്ച് 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഓൺ SCRT ഫോർ ഓൾ കേരള PSC എക്സാം 19 January സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. അതുപോലെ തന്നെ ജയ്താവ് 100 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ ബിബിക്കോ LD അതും റണ്ണിംഗ് ആണ്. ദിശയുടെ 2 ബാച്ചസ് CPയോടെയും CEയുടെ ബാച്ചസും റണ്ണിംഗ് ആണ്. 9th December സ്റ്റാർട്ട് ചെയ്ത HSAയുടെ ബാച്ചസും റണ്ണിംഗ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. പ്ലസിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഔട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫ് ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ CPO CO എക്സാംസ് എല്ലാ എക്സാംസും ഡേറ്റ് വന്നിട്ടുണ്ട്. സിലബസ് ന്യൂ പാറ്റേൺ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ക്ലാസ് എല്ലാം കൊടുക്കുന്നത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ടുള്ള അക്കാഡമിയിൽ നമ്മുടെ സബ് എഞ്ചിനീയറിനെ ഫോക്കസ് ചെയ്ത് വരുന്ന ലൈവ് ക്ലാസ്സും വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്, ന്യൂ പാറ്റേണിലുള്ള JEE ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിലും ജോയിൻ ആവാം. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പം നിങ്ങളുടെ അക്കാഡമിയിൽ ജോയിൻ ആവാൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒരു 25 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ JB ഗുപ്തയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം, അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻ കണ്ടക്ടേഴ്സ് ആർ സസ്പെൻഡഡ് ഫ്രം ടവേഴ്സ് സോ ആസ് ടു. ഫോർ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിൽ കണ്ടക്ടേഴ്സ് ആർ സസ്പെൻഡഡ് ഫ്രം ടവേഴ്സ് സോ ആസ് ടു. എന്തിനായിരിക്കും? ഇൻക്രീസ് ക്ലിയറൻസ് ഫ്രം ഗ്രൗണ്ട് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ A ആണ്, ടു ഇൻക്രീസ് ക്ലിയറൻസ് ഫ്രം ഗ്രൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സപ്പോർട്ട് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ലൈൻസ് ഷുഡ് ഹാവ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. സപ്പോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഷുഡ് ഹാവ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ഓഫ് ദി അബേ ആണ്. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോങ്ങർ ലൈഫ്, ഗുഡ് ലുക്കിംഗ്, ലൈറ്റ് ഇൻ വെയിറ്റ്, ചീപ്പ് ഇൻ ഇനീഷ്യൽ ആസ് വെൽ as മെയിൻ്റനൻസ് കോസ്റ്റ്. The wooden poles well impregnated with creosote oil creosote oil or any preservative compound have life of. വുഡൻ പോൾസ് നമ്മളൊരു ഒരു ക്രിയോസൈറ്റ് ഓയിലുമായിട്ട് ഇൻക്രിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് കോമ്പൗണ്ടായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ലൈഫ് എത്രയായിരിക്കും? വുഡൻ പോൾസിന് എത്ര ലൈഫ് ആയിരിക്കും ഉണ്ടാകുന്നത്? ഇറ്റ് ഹാസ് 25 to 30 years വരെ തന്നെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റീൽ പോൾസ് ഫോർ ട്രാൻസ്മിഷൻ ലൈൻസ് നീഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. സ്റ്റീൽ പോൾസ് ഫോർ ട്രാൻസ്മിഷൻ ലൈൻ നീഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കൊറോഷൻ. RCC poles usually have the span of 80 to 150 meter. In India, for distribution of electric power, we usually use ഇന്ത്യയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ബോത്ത് B and C, സ്റ്റീൽ പോൾസും RCC പോൾസും യൂസ് ചെയ്യാറുണ്ട്. കണ്ടക്ടേഴ്സ് യൂസ് ഇൻ ഹൈ ടെൻഷൻ ട്രാൻസ്മിഷൻ ലൈൻസ് ആർ സ്ട്രാൻഡഡ് ബിക്കോസ് ഓഫ്. സ്ട്രാൻഡഡ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ട്രാൻസ്മിഷൻ ലൈൻ ഹൈ ടെൻഷൻ ട്രാൻസ്മിഷൻ ലൈൻസ് സ്ട്രാൻഡഡ് ആയിട്ടുണ്ട്? ബിക്കോസ് ഓഫ് ദ ഈസ് ഇൻ ഹാൻഡിലിൻ. കൺസിഡർ ദി ഫോളോയിങ് മെറ്റീരിയൽസ് ഫോർ ലൈൻ കണ്ടക്ടേഴ്സ്. കറക്റ്റ് സീക്വൻസ് ഡിസെൻഡിങ് ഓർഡറിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് ബേസിൽ കറക്റ്റ് സീക്വൻസ് ആണ് വെച്ചിട്ടുള്ളത്. ഹാർഡ്രോൺ കോപ്പറാണോ, കാഡ്മിയം കോപ്പറാണോ, അലുമിനിയം ആണോ, ഗാൽവനൈസ്ഡ് സ്റ്റീലാണോ? ഇറ്റ് ഓപ്ഷൻ D ആണ് കറക്റ്റ് ഓർഡർ തന്നിട്ടുള്ളത്. ഹാർഡ്രോൺ കോപ്പർ, കാഡ്മിയം സ്റ്റീൽ, അലുമിനിയം, നമ്മുടെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഹാസ് ഗോട്ട് ഹയർ വാല്യൂ ഓഫ് അലുമിനിയം ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് കോപ്പർ? ഏത് പ്രോപ്പർട്ടീസ് ആയിരിക്കും? ഇറ്റ് ഓപ്ഷൻ A ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ 7/30 ACSR കണ്ടക്ടർ വൈ ഈസ് ഗ്രീസ് പുട്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് അലുമിനിയം കണ്ടക്ടേഴ്സ്? ഗ്രീസ് പുട്ട് ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് അലുമിനിയം കണ്ടക്ടർ. എന്തിനായിരിക്കും സ്റ്റീൽ പുട്ട് ചെയ്തിട്ടുള്ളത്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് കൊറോഷൻ അല്ലേ, ഇലക്ട്രോലൈറ്റിക് ആക്ഷൻ ബിറ്റ്വീൻ സിങ്കും അലുമിനിയത്തിൻ്റെ ഇലക്ട്രോലൈറ്റിക് ആക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് അലുമിനിയം. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് കൊറോഷൻ ബൈ എങ്ങനെയാണ് സിങ്കും അലുമിനിയത്തിൻ്റെ ആ ഒരു ഇലക്ട്രോലൈറ്റിക് ആക്ഷൻ വഴി നമുക്ക് കൊറോഷൻ കുറയ്ക്കാൻ പറ്റും. ACSR is used in place of copper in overhead lines because of ACSR conductors use ചെയ്യുന്ന കാരണം because of its economy. ACSR conductors have outer conductors made of aluminum. Expanded ACSR as are conductors composed of large diameter of the central steel strands for a given
overall diameter of the conductor. Large diameter of the central steel strand for a given overall diameter of the conductor. The function of steel wire in an ACSR conductor. Steel wire function എന്തായിരിക്കും? Additional mechanical strength provide ചെയ്യുക. Material used for the manufacture of ground wire. It is option B, galvanized steel. GUY wire is employed for ഏതിനായിരിക്കും യൂസ് ചെയ്യുന്നത്? Supporting the pole. The sag of a transmission line is least affected owing to. Sag of a transmission line least affected ആണ് owing to ഏതായിരിക്കും? Current through the conductor. Effect of temperature rise in overhead line is to increase the sag, decrease the tension. The sag of a transmission line conductor in summer is സമ്മറിൽ ഏതായിരിക്കും? ലെസ് ദാൻ വിൻ്റർ ആണോ, മോർ ദാൻ വിൻ്റർ ആണോ, സെയിം ഇൻ വിൻ്റർ ആണോ? മോർ ദാൻ വിൻ്റർ ആയിരിക്കും, മോർ ദാൻ ഇൻ വിൻ്റർ. ഇനി ട്രാൻസ്മിഷൻ ലൈനിൽ സാഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഡിപ്പെൻഡ്സ് അപ്പോൺ എല്ലാം വരുന്നുണ്ട്. സ്പാൻ ലെങ്ത്, ടെൻഷൻ ഇൻ കണ്ടക്ടേഴ്സ്, വെയിറ്റ് ഓഫ് ദി കണ്ടക്ടേഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. താഴെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? വിൻഡ് പ്രഷർ ഈസ് ടേക്കൺ ടു ആക്ട് അറ്റ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഫോർ ഐസ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. വിൻഡ് ലോഡിംഗ് ഇൻ കോസ്റ്റൽ റീജിയൻസ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ്, കോസ്റ്റൽ റീജിയൻസിൽ റേഞ്ച് എന്ന് പറയുമ്പോൾ 150 kilogram per meter square. The maximum tension in a section of overhead line conductor between two support of unequal height occurs at maximum tension എവിടെ? in a section of the overhead line conductor between two support of unequal height occurs at unequal height ആണ് occurs at higher supportilലാണ്. Stringing chart is useful for finding the sag in the കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. പഠിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മുടെ JB ഗുപ്തയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗുപ്തയുടെ ടെസ്റ്റ് ഫുൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ കറക്റ്റ് ഓർഡറിൽ ഓരോ ദിവസം നമ്മൾ പഠിപ്പിക്കുന്ന 25 ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് ഓർഡറിൽ പോവുകയാണ്. ഇപ്പോൾ പവർ സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മുടെ നമ്മുടെ പവർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഓൾറെഡി നമ്മൾ 400 ക്വസ്റ്റ്യൻസ് നമ്മൾ അക്കാഡമിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ PDF നോട്ട്സെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.